ഹായ് ഗായ്സ്. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എല്ലാവരും അവരവരുടെ മുഖം നല്ല ഗ്ലോ ആൻഡ് ക്ലിയർ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. അതായത് നമ്മുടെ ഫേസിൽ ഒരു കറുത്ത പാടോ കരിമ്പുള്ളിയോ അല്ലെങ്കിൽ എന്താ പറയുക ഓപ്പൺ പോസോ സൺ ടാൻ അതൊന്നും ഇല്ലാതെ നല്ല മുഖം ക്ലിയർ ആയിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളുടെ മിക്ക ആൾക്കാരും കേട്ടോ. മിക്ക ആൾക്കാരെന്നല്ല എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണത് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് തന്നെ നമുക്ക് നല്ലൊരു HD ഗ്ലോ ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതെങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ള വീഡിയോ കേട്ടോ. ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് ആദ്യം നല്ല കട്ടിയുള്ളൊരു കടായി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതുപോലുള്ള DIYs അല്ലെങ്കിൽ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന കടായാണ്. നിങ്ങൾ അതുപോലെ തന്നെ ഒരു പാത്രം സൂക്ഷിക്കുക കേട്ടോ. അതല്ല നമ്മൾ കറിപ്പാത്രം എടുത്തിട്ട് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. ആദ്യം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തെടുക്കാൻ പോകും നമ്മുടെ കോറപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ അറിയാം കുഞ്ഞു ആവുകൾക്കൊക്കെ നമ്മൾ കോറ കുറുക്കി കൊടുക്കില്ലേ, ആ ഒരു റാഗിയുടെ പൗഡറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മതി. പക്ഷെ ഞാനിവിടെ 2 പേർക്കുള്ളതാണ് ഉണ്ടാക്കി വെക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്കാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ മതി. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ആണ് റാഗിയുടെ പൗഡർ എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ എന്തോരം നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഒരു ഷൈനിങ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല നമ്മൾ പഞ്ചസാര ഇട്ട് സ്ക്രബ് ചെയ്യുന്ന സമയത്തും നല്ല രീതിക്ക് നമുക്ക് പിഗ്മെൻറ്റേഷൻ പോകാനായിട്ടും ഡെഡ് സെൽസ് ഒക്കെ പോയി നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൂടിയാണ് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. സ്ക്രബിങ് മെത്തേഡല്ല, ജസ്റ്റ് ഒരു പാക്കിംഗ് മെത്തേഡിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക. നമ്മുടെ ഒരു കടായി ഒന്ന് ചൂടാക്കി കിട്ടാൻ വേണ്ടി ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക, പിന്നീട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് അങ്ങ് കുറുക്കി കൊണ്ടുവരാം കേട്ടോ. കുറുക്കിയിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന അളവിൽ അത്രയും നിങ്ങൾ കുറുക്കി എടുത്താൽ മതി. ഒരുപാട് തിക്കായിട്ട് എടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മളിത് വീണ്ടും വേറൊരു കാര്യം കൂടി ചെയ്ത് വരുമ്പോൾ നമുക്കിത് കുറച്ച് ലൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് ഒന്ന് നന്നായിട്ട് കുറുക്കി കൊണ്ടുവരാം. കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിനകത്തേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കറ്റാർവാഴയുടെ പൾപ്പാണ്. അത് ഞാനിവിടെ നല്ല രീതിക്ക് എടുത്തിട്ട് കഴുകി വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ടാണ് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കൈവച്ച് തന്നെ നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൈവച്ച് ഉപയോഗിച്ച് നന്നായി അതിങ്ങനെ ഉടച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു വഴുവഴുപ്പോട് കൂടിയിട്ട് ഈ ഒരു കറ്റാർവാഴ കിട്ടുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഉടയ്ക്കുന്ന സമയത്ത് ഒരു വഴുവഴുപ്പോടെ കൂടി കിട്ടും. അപ്പോൾ അതുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ നല്ലൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഫൈനായിട്ട് അങ്ങ് അരച്ച് കൊണ്ടുവരാം. നമ്മൾ നേരത്തെ കുറുക്കിയെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു റാഗിയുടെ കൂട്ടും അതുപോലെ തന്നെ ഈ ഒരു കറ്റാർവാഴയും കൂടി മിക്സ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇച്ചിരി അങ്ങ് കട്ടി കൂടിയാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് നമുക്കിതങ്ങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം പോലെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഒരുപാട് വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തേക്ക് ഗോതമ്പ് മാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം ഇത് ഫേസിലിടാനായിട്ട്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. അതല്ലാതെ ഇത് ഉണ്ടാക്കിയ പാട ആരെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ഫ്രിഡ്ജിൽ വെച്ച് ഇച്ചിരി തണുപ്പിച്ചിട്ട് വേണം. തണുപ്പ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സൈനസിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്യും. അല്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് തണുപ്പിച്ചതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. തണുപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ഇതും കൂടി കുറുകി കിട്ടും, കുറച്ചുകൂടി കുറുകി കിട്ടും. ഇനി നിങ്ങൾക്ക് ഒത്തിരി വെള്ളം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ഗോതമ്പ് മാവ് അരിപ്പൊടി ഇട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ റാഗി പൗഡർ കുറുക്കാനായിട്ട് റാഗി പൗഡർ നിങ്ങൾക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ.